എസ്പെഷ്യലി ഡിപ്രഷനോ അല്ലെങ്കിൽ റിജക്ഷനോ ഒക്കെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ക്ലയൻ്റ് ആണെങ്കിൽ ഇവരോട് നമ്മളും വീണ്ടും ഒരു കാര്യം റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു തോട്ട് കാരണം പലപ്പോഴും സൈക്കോളജിസ്റ്റിന് ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് സിറ്റുവേഷൻസിൽ കുറച്ച് എത്തിക്കൽ കൺഫ്യൂഷൻസ് നമ്മൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ക്ലയൻറ്റ് നമുക്ക് അവർ ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റായിട്ട് വരിക. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം തെറപ്പിസ്റ്റ് ഗിഫ്റ്റ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത്, പക്ഷെ അവർ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാധനം അത്. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും എന്നറിയാണ്ട് നമ്മളൊന്ന് പകച്ചു നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ ജേണി മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഒരുപാട് എത്തിക്കൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനെയൊക്കെ എങ്ങനെ കൃത്യമായി പ്രൊഫഷണലി ഡീൽ ചെയ്യണം എന്നൊരു സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എത്തിക്കൽ കൺഫ്യൂഷൻസും അതിന് ഡീൽ ചെയ്യേണ്ട രീതികളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ലയൻറ്റ്സ് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സ് ഓഫർ ചെയ്താൽ നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്. ഈ ഗിഫ്റ്റ്സ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അധികം മോണിറ്ററി വാല്യൂ ഉള്ളതോ അവർ ഭയങ്കരമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിയിട്ടുള്ളതോ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിലും കൂടുതൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അവർ നമുക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തൊക്കെ ചില സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. ചിലപ്പോൾ അതൊരു ഹാൻഡ് റിട്ടൺ കാർഡ് ആവാം, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് നിറ്റ് ചെയ്ത സ്കാർഫോ അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്ത എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസോ, അങ്ങനെ പലതും ആവാം. ഇതിനോട് നോ പറയാന്നുള്ളത് പലപ്പോഴും ഒരാൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആവാറുണ്ട്. എസ്പെഷ്യലി ഡിപ്രഷനോ അല്ലെങ്കിൽ റിജക്ഷനോ ഒക്കെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ക്ലയൻ്റ് ആണെങ്കിൽ ഇവരോട് നമ്മളും വീണ്ടും ഒരു കാര്യം റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു തോട്ട് കാരണം പലപ്പോഴും സൈക്കോളജിസ്റ്റിന് ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആ ക്ലയൻറ്റിനോടുള്ളത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതിൽ പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസിനോ ഫീലിങ്സിനോ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത്. അവർ നമുക്ക് ഗിഫ്റ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ചിലപ്പോൾ ഇത് മനസ്സിലായിട്ടില്ല എന്നും അതിനൊരർത്ഥം ഉണ്ടാവാം. അതായത് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ മനുഷ്യൻ എന്നുള്ളൊരു തോട്ട് വരുന്നതിൽ കൂടുതൽ ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് എനിക്ക് വേണ്ട സർവീസ് തരുന്ന ഒരു പ്രൊഫഷണൽ മാത്രമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള തോട്ടായിരിക്കും അവരെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏത് ഗിഫ്റ്റ് ആയാലും ഏത് ഫോമിലുള്ള ഗിഫ്റ്റ് ആയാലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ട് ഭയങ്കര ജെൻറ്റിലായിട്ട് എന്തുകൊണ്ടാണ് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള റീസൺസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ക്ലയൻസിനും നമുക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മൾ എത്രത്തോളം നമ്മളെ പറ്റി ആ ക്ലയൻറ്റിനോട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ പ്രൊഫഷണൽ ഇൻഫർമേഷൻ അല്ല, മീ ആസ് എ പേഴ്സൺ എന്നെ എത്രത്തോളം എൻ്റെ ക്ലയൻറ്റ് അറിഞ്ഞിരിക്കണം എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു ഫൈൻ ലൈൻ ഡ്രോ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ക്ലയൻറ്റിനോട് നമ്മളെപ്പറ്റി ഡിസ്ക്ലോസ് ചെയ്താൽ ചിലപ്പോൾ അവരുടെ ഫീലിങ്സ് നോർമലൈസ്ഡ് ആണെന്നും ഇത് വാലിഡേറ്റഡ് ആണെന്നും അവർക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എക്സാം ആങ്സൈറ്റി ഉള്ള ഒരു കുട്ടിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അവരോട് നമ്മൾ പറയാണ് എനിക്കും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ എക്സാം ആങ്സൈറ്റി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വാലിഡേറ്റഡ് ആയിട്ടും നോർമലൈസ്ഡ് ആയിട്ടും തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മിഡിൽ ഗ്രൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈ സെൽഫ് ഡിസ്ക്ലോഷർ കുറച്ച് കൂടിപ്പോയാൽ എന്താ പറ്റുകയെന്നറിയോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് ഹിൻഡർ ചെയ്യും. ഞാൻ ആസ് എ പേഴ്സൺ എന്നുള്ള ഡീറ്റെയിൽസ് കൂടുതൽ എൻ്റെ ക്ലയൻറ്റിനോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്നോടുള്ളത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെന്ന് ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് അവർക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിലെ ഇൻഫർമേഷനോട് ആക്സസ് കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ആസ് എ പേഴ്സൺ എങ്ങനെയാണ്, എൻ്റെ ഇമോഷൻസ് എന്താണ്, എൻ്റെ ഫീലിങ്സ് എന്താണ്, എനിക്കുണ്ടായിട്ടുള്ള തോട്ട്സ് എന്താണെന്നൊക്കെ ഒരു പരിധി കൂടുതൽ ഞാൻ അവരോട് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു തോട്ട് വരും. എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ അല്ല, ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് എന്നുള്ളൊരു സബ് കോൺഷ്യസ് തോട്ട്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ കൂടുതലും നമ്മളെപ്പറ്റിയാണ് തെറപ്പിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അറ്റൻഷൻ നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന് നമ്മളിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്.
പക്ഷേ തെറപ്പിയുടെ ഹോൾ ഐഡിയ അതല്ലല്ലോ. ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഒരു പ്രൊഫഷണലാണ് നമ്മൾ. സോ അറ്റൻഷൻ ഒരിക്കലും ക്ലയൻറ്റിൽ നിന്ന് നമ്മളിലേക്ക് ഷിഫ്റ്റ് ആവുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യാനും സെൽഫ് ഡിസ്ക്ലോഷർ എത്രത്തോളം വേണം എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ബൗണ്ടറി നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് ഫിനാൻഷ്യൽ ബൗണ്ടറീസ്. ഫിനാൻഷ്യൽ ബൗണ്ടറീസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ക്ലയൻസിന് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് പ്രൊവൈഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അവരുമായിട്ട് ആ ഒരു തെറപ്യൂട്ടിക് അലയൻസും ആ ഒരു കണക്ഷനും ഫോം ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും നമുക്കുണ്ട്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ചില ക്ലയൻസ് ഇതിനൊന്ന് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ഡിലേ ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് തരിക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുക, ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? ഓൾറെഡി ഡിസ്ട്രെസ്സിലിരിക്കുന്ന ഒരു ക്ലയൻറ്റിനോട് വീണ്ടും പൈസയും കൂടെ ചോദിച്ച് അവരെ ഡിസ്ട്രെസ്സിലാക്കുന്നത് ഒരു തെറ്റല്ലേ എന്ന് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പെർട്ടൈസിന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടണം. നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമിനും നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിരിക്കണം. സോ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. അവരെ പൈസയുടെ കാര്യം ചോദിച്ച് വീണ്ടും വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുകയാണല്ലോ എന്നുള്ളൊരു തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി തന്നെ കൃത്യമായിട്ട് സെഷന് മുമ്പ് നമ്മൾ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു 1 hour സെഷന് അല്ലെങ്കിൽ ഈ ഒരു 50 minute സെഷന് ഞാൻ ഇത്ര എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്, ഇത്ര സമയത്തിനുള്ളിൽ പേയ്മെൻറ്റ് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിരിക്കണം എന്നുള്ള കാര്യം ക്ലയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് അവരിത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണലി തന്നെ അവരോട് അതിനെപ്പറ്റി സംസാരിക്കുക. കൃത്യമായിട്ട് പേയ്മെൻറ്റ്സ് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു തെറപ്പി മുമ്പോട്ട് കൊണ്ടുപോകാനും പിന്നെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും അവരെ പ്രൊഫഷണലി തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യാറുള്ള കുറച്ച് എത്തിക്കൽ കൺഫ്യൂഷൻസിൻ്റെ എക്സാമ്പിൾസ് മാത്രമാണിത്. ഇനി നിങ്ങൾ പ്രാക്ടീസിലേക്ക് കടക്കുമ്പോൾ ഇതുപോലെ കുറേ കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നടക്കുന്നത് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമാണ് എന്നുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ സൈക്കോളജി റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾസോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.